ഗൈഡ് എംപ്ലോയീസിനെ ഗൈഡ് ചെയ്യുക. ഗൈഡ് ചെയ്യുന്ന എന്താണോ ചെയ്യേണ്ടതെന്ന് വേ ഓഫ് ഡു അതെങ്ങനെ ചെയ്യണമെന്ന് കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക, ഗൈഡ് ചെയ്യുക. അതാണ് ഒരു ഫംഗ്ഷനായിട്ട് പറയുന്നത്. പിന്നെ മോണിറ്റർ വെക്കുക അല്ലേ, അവരുടെ പെർഫോമൻസ് എന്താണ് ട്രാക്ക് ചെയ്യുക, കറക്റ്റായിട്ടാണോ വർക്ക് ചെയ്യുക, നമ്മൾ പറഞ്ഞു കൊടുത്ത അക്കോർഡിംഗ് ടു ദ തിങ്സ് അവർ വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ എന്താണ് മോണിറ്റർ ചെയ്യുക. പിന്നെ മൂന്നാമത് എന്താണ് പറയുന്നത്, സോൾവ് പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ എന്താണ്, അവരെന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് അറിഞ്ഞിട്ട് എന്താണ് ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കുക. അതും സൂപ്പർവൈസറിൻ്റെ ലീഡറിൻ്റെ ഡ്യൂട്ടിയാണ്. റൈറ്റ്. മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ, ഒരു പ്രോപ്പർ ഡിസിപ്ലിൻ കൊണ്ടുവരും, ഒരു പ്രോപ്പർ റൂൾ അല്ലെങ്കിൽ ഒരു ഹൈറാർക്കി സ്റ്റാൻഡേർഡ് കൊണ്ടുവരും അല്ലേ, എന്നിട്ട് അവരത് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക അല്ലേ, മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ. പിന്നെ എന്താണ്, ഇംപ്രൂവ്സ് എഫിഷ്യൻസി അല്ലേ, ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് വർക്ക് അല്ലേ. അത് മാത്രമല്ല അവർ വാച്ച് ചെയ്യുന്നുണ്ട്, നമ്മളൊരാളെ വാച്ച് ചെയ്യുവാണെങ്കിൽ എന്താണ് അവരുടെ വർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യുമല്ലേ, ബിക്കോസ് ദേ നോ ദാറ്റ് ദേ ഹാവ് ബീൻ വാച്ചിങ്. അതുകൊണ്ട് തന്നെ അവരത് മാക്സിമം അവരുടെ ഔട്ട്പുട്ട് അതിൽ കൊടുക്കുകയും എന്താണ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എന്താണ് ക്വാളിറ്റി ഓഫ് വർക്ക്. ഓക്കെ, ഇതാണ്. നെക്സ്റ്റ് എന്താണ്, ക്വാളിറ്റി ഓഫ് എ ഗുഡ് സൂപ്പർവൈസർ അല്ലേ. ഒരു ഗുഡ് സൂപ്പർവൈസറിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് പറയുന്നത്, അതിൽ ടെക്നിക്കൽ കോമ്പറ്റൻസി അല്ലേ. ടെക്നിക്കൽ കോമ്പറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ സ്പെസിഫിക് ജോബ് അല്ലേ, സ്പെസിഫിക് ജോബിനെ കുറിച്ച്, അവരുടെ കറക്റ്റ് സ്പെസിഫിക് ജോബിനെ കുറിച്ച് അവർക്ക് കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഭയങ്കരമായിട്ടുള്ള ഒരു നോളേജും സ്കില്ലും അതിന് വേണം. ഒരു സ്പെസിഫിക് ജോബിനെ കുറിച്ച് എന്താണ് ഒരു ലീഡറിന് അല്ലെങ്കിൽ ആ സൂപ്പർവൈസറിന് ആ ജോബിനെ കുറിച്ച് ഒരു കറക്റ്റായിട്ടുള്ള നോളേജും ആ സ്കിൽസും കാര്യങ്ങളും വേണം. അതാണ് ഈ പറയുന്നത് ടെക്നിക്കൽ കോമ്പറ്റൻസ് എന്ന് പറയുന്നത്. പിന്നെന്താണ്, ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണമെന്ന് പറയുന്നത്, ലീഡർഷിപ്പ് എബിലിറ്റി വേണം, പേഷ്യൻസ് ദേ ഷുഡ് ബി പേഷ്യൻസ് ആൻഡ് ടോളറൻസ് എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു പ്രോബ്ലം നടക്കുകയാണെന്ന് വിചാരിക്കുക, ദേ ഷുഡ് ഒരു ഇമ്മീഡിയറ്റ് എന്താണ് ഒരു പെട്ടെന്ന് നമ്മുടെ എംപ്ലോയീസ് കാര്യങ്ങൾ നല്ല അവിടെ നടക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ പെട്ടെന്ന് കയറിയിട്ട് എന്താണ് ഒരു ഷൗട്ടിങ്ങോ അല്ലെങ്കിൽ ദേഷ്യമോ കാര്യങ്ങളോ ചെയ്യാതെ സിറ്റുവേഷൻ എന്തെന്ന് മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം പേഷ്യൻ്റായിട്ട് നിന്ന് സൊല്യൂഷൻ കൊണ്ടുപോകുക. ദാറ്റ് ഈസ് ദെയർ റെസ്പോൺസിബിലിറ്റി. റൈറ്റ്. ഫെയർ ആൻഡ് ഇമ്പാർഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫെയർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം നമ്മളെന്താണ് എംപ്ലോയീസ് തമ്മിലൊരു ആരെയും ഒരു പാർഷ്യാലിറ്റി രീതിയിൽ കാണരുത്. എല്ലാവരും ഒരേപോലെ ഫെയർ ട്രീറ്റ്മെൻറ്റ് നൽകുക, എല്ലാവരും ഒരേപോലെ കാണുക. ഓക്കെ. പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, ഒരു പ്രോബ്ലം കൊണ്ടുപോവുകയാണെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള എബിലിറ്റി അവർക്ക് വേണം. വർക്കിനെ കുറിച്ചുള്ള ക്ലിയർ നോളേജ് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് എംപ്ലോയീസിനെ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ദേ ഷുഡ് ഹാവ് എ സെൻസ് ദാറ്റ് ദേ ഹാവ് ദ റെസ്പോൺസിബിലിറ്റി എന്നൊരു സെൻസ് അവർക്ക് വേണം. ഓക്കെ. പിന്നെ നമ്മളെന്താ പറയുന്നത്, സൂപ്പർവൈസർ മാനേജർ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സൂപ്പർവൈസർ ഓഫ് കോഴ്സ് മാനേജർ വെച്ച് നോക്കുമ്പോൾ സൂപ്പർവൈസർ ലോവർ ലെവലാണ്. ബിക്കോസ് അവർ സൂപ്പർവൈസറും കാര്യങ്ങൾ ഏത് ലെവലാണ് വരുന്നത്, ലോവർ ലെവലിൽ ഓപ്പറേഷൻ ലെവൽ നമ്മൾ പറയാം അല്ലേ. ലോവർ ലെവലിൻ്റെ പേരാണ് ഓപ്പറേഷൻ ലെവൽ. സോ ലോവർ ലെവൽസ്. പിന്നെ മാനേജർ ടോപ്പ് അല്ലെങ്കിൽ മിഡിൽ ലെവൽ. ഇവർ സൂപ്പർവൈസർ നമുക്കറിയാം ഓപ്പറേഷൻ ലെവൽ എന്ന് പറയുന്നത് ഡേ ടു ഡേ വർക്കിംഗ് അല്ലേ, ഡെയിലി ആക്ടിവിറ്റീസിനെ ഫോക്കസ് ചെയ്യുന്നതാണ്. ഓക്കെ. മാനേജർ എന്താണ്, മാനേജറായിരിക്കും നമ്മുടെ സ്റ്റാൻഡേർഡ്സും പോളിസീസും ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് അല്ലേ. അതോറിറ്റി, സൂപ്പർവൈസറിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ഓക്കെ, കമ്പയർഡ് ടു ദ മാനേജർ അല്ലേ. മാനേജേഴ്സൊക്കെ വൈഡ് അതോറിറ്റിയാണ്. സൂപ്പർവൈസർ ഓപ്പറേറ്റീവ്, മാനേജർ ദേ ആർ ദ വൺസ് ഹു ആർ ടേക്കിംഗ് ഡിസിഷണൽ. സൂപ്പർവൈസർ ടൈം ഹൊറിസോൺ എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആയിരിക്കും അല്ലേ അവരുടെ ഇതൊക്കെ. മാനേജർ ഇറ്റ് ഇസ് ബേസിക്കലി എന്താണ് ലോങ് ടേം ആണ്. ഇപ്പോൾ സൂപ്പർവൈസർ എന്താണ് ആരുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, സൂപ്പർവൈസ് ചെയ്യുന്നത് അവർ ഈ സൂപ്പർവൈസേഴ്സാണ് വർക്കേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി എന്താണ് നിന്ന് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്ന് പ്രോബ്ലംസും കാര്യങ്ങളും മനസ്സിലാക്കി. സൂപ്പർവൈസേഴ്സിനാണ് നമ്മുടെ വർക്കേഴ്സും റിലേറ്റഡ് ആയിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഉണ്ട് അല്ലേ. സോ ദേ വർക്ക്സ് വിത്ത് വർക്കേഴ്സ്. മാനേജേഴ്സ് എന്താ വെച്ചാൽ ഇതേ മാനേജ് ചെയ്യുക. മാനേജേഴ്സ് എന്താണ് വർക്ക്സ് വിത്ത് എന്താണ് മാനേജേഴ്സും സൂപ്പർവൈസേഴ്സും ആയിട്ടായിരിക്കും ഇവർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ ജസ്റ്റ് വായിച്ച് വയ്ക്കുക. ഓക്കെ. പിന്നെ നമ്മൾ പറയുന്നത് മോട്ടിവേഷനിലോട്ട് പോവാണ്. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഇൻസ്പയറിങ് പീപ്പിൾ അല്ലേ. നമ്മൾ
അവരെ എംപ്ലോയീസിനെ ഇൻസ്പയർ ചെയ്യുന്നതാണ്, അവരെ എൻകറേജ് ചെയ്യുന്നതാണ്. നമ്മുടെ നമ്മുടെ കമ്പനീൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് അവരുടെ ബെസ്റ്റ് അവർ കൊണ്ടുവരാനായിട്ട് നമ്മളവരെ എൻകറേജ് ചെയ്യുക, ഇൻസ്പയർ ചെയ്യുന്നതൊക്കെയാണ് ഈ പറയുന്ന എന്താണ് നമ്മുടെ മോട്ടിവേഷനിൽ വരുന്നത്. ആദ്യത്തെ ഇമ്പോർട്ടൻസ് എന്താണ് പറയുന്നത് മോട്ടിവേഷനിൽ? ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി അല്ലേ. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ബേസിക്കലി എന്തിനാണ്? എംപ്ലോയീസ് അവർ ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ, ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമ്മളങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ, അവർ ഇൻസ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഇത് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ നമ്മൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുമാത്രമല്ല ഇതെന്താണ് ക്വാളിറ്റി ഓഫ് വർക്ക്, നമ്മുടെ വർക്കിൻ്റെ ക്വാളിറ്റി ഇതിലൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെ പറയാം, എംപ്ലോയീസ് കുറച്ച് മോട്ടിവേഷൻ ചെയ്യുന്നതോടെ തന്നെ അവരുടെ മിസ്റ്റേക്സ് ഒക്കെ കുറവായിരിക്കും അതിൽ നിന്നുണ്ടാകുന്നത്. സോ ക്വാളിറ്റി ഓഫ് വർക്ക് ഹൈ ആയിരിക്കും അല്ലേ, ബെറ്റർ ക്വാളിറ്റി ആയിരിക്കും. പിന്നെ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇവിടെ നമ്മൾ എൻഹാൻസ് ചെയ്യുകയാണ് അല്ലേ. എംപ്ലോയീസ് അവരുടെ ജോബിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, അവരുടെ വർക്ക് എൻജോയ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. പിന്നെ ആബ്സെൻറ്റിസം കാര്യങ്ങളും ഇവിടെ റെഡ്യൂസ് ആവുകയാണ് അല്ലേ. ഇനി നമ്മളിപ്പം വർക്കിൽ അവർ കുറേ ആബ്സെൻറ്റിസം കാണിക്കുകയാണെങ്കിൽ ദേ ഷോസ് ദേ അവർക്ക് അവരുടെ വർക്കിൽ നിന്നൊരു ബാഡ് എന്തെങ്കിലും കാണും, അല്ലെങ്കിൽ അവർ നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മളൊരു മോട്ടിവേഷനിലൂടെ ആബ്സെൻറ്റിസം കാര്യങ്ങളും കുറയ്ക്കുക, അവരുടെ വർക്ക് ഇഷ്ടപ്പെടുക. ഓക്കെ, അങ്ങനെ മാറ്റിയെടുക്കുക. എൻകറേജസ് ഇന്നോവേഷൻസ് അല്ലേ. പിന്നെ ഇതിലൂടെ പ്രോഡക്റ്റ്സ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ അവർ പല വരികൾ തിങ്ക് ചെയ്യും, എംപ്ലോയീസ് തിങ്ക് ചെയ്യും. ദേ തിങ്ക് ഓഫ് ന്യൂ ഐഡിയാസ് അതാണ് എൻകറേജസ് ഇന്നോവേഷൻ എൻകറേജ് ചെയ്യുക. പിന്നെ ബിൽഡ്സ് പോസിറ്റീവ് വർക്കിംഗ് എൻവയൺമെൻറ്റ് അല്ലേ. നമ്മുടെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വർക്ക് പ്ലേസ്, ഫ്രണ്ട്ലിയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസ് ക്രിയേറ്റ് ചെയ്യുക അല്ലേ. പോസിറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നു, മോട്ടിവേഷനിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ സപ്പോർട്ട്സ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് അല്ലേ. എംപ്ലോയീസിന് അവർക്ക് നമ്മൾ പുതിയ സ്കിൽസും കാര്യങ്ങളും ഫ്യൂച്ചറിന് വേണ്ടിയിട്ടല്ലേ, നമ്മുടെ കമ്പനിയുടെ ആണെങ്കിൽ അവരുടെ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ സ്കിൽസും കാര്യങ്ങളും അവരെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ, അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. ഇനി പറയാൻ പോകുന്നത് മോട്ടിവേഷൻ സൈക്കിളാണ് അല്ലേ. മോട്ടിവേഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ സൈക്കിൾ ആദ്യം നീഡ് എന്ന് പറയുന്നത് അല്ലേ. നീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ സൈക്കിളിൽ നീഡ് ഇപ്പം ഫോർ എക്സാമ്പിൾ നീഡിൽ ഉദ്ദേശിക്കുക ഇഫ് എ പേഴ്സൺ വോണ്ട് സംതിങ് എന്ന് പറയുമ്പോൾ ഇപ്പം അയാൾ നിങ്ങളെന്നു വിചാരിക്കും, നിങ്ങൾ ആദ്യത്തെ നീഡ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പം യു നീഡ് മണി, നിങ്ങൾക്ക് മണി വേണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതൊരു നീഡായിട്ട് ചിന്തിക്കുക. പിന്നെ വരുന്നത് ടെൻഷനാണ് അല്ലേ. ഈ നീഡ് നിങ്ങൾക്ക് ഒരു പ്രഷർ ക്രിയേറ്റ്, ഈ മണി എന്ന് പറയുന്നത് നിങ്ങളുടെ ആ പ്രോബ്ലം, ആ നീഡ് നിങ്ങൾക്കൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ. അതാണ് ഈ ടെൻഷൻ, ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് ഈ ടെൻഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ സൈക്കിൾ വരുന്നത്. മൂന്നാമത്തെ സൈക്കിൾ എന്താ പറയുന്നത്? ഡ്രൈവ് അല്ലേ. ഈ നീഡ് അല്ലെങ്കിൽ ഈ ടെൻഷൻ നിങ്ങളെ നിങ്ങളെ എന്തോ ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ആ ടെൻഷൻ നിങ്ങളെ എന്തോ ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. നിങ്ങളിപ്പം വർക്ക് റിലേറ്റഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുകയാണ്, ഞാൻ കുറച്ച് നല്ലോണം ഹാർഡായിട്ട് ഞാൻ വർക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ഒരു ഡ്രൈവ് നിങ്ങളുടെ ഉള്ളിൽ വരികയാണ് അല്ലേ. ആ ഡ്രൈവ് നിങ്ങളുടെ ബിഹേവിയറിലോട്ട് വരികയാണ്. ആ ബിഹേവിയറിൽ നിങ്ങൾ ആക്ട് ചെയ്യുകയാണ് അല്ലേ. ഇവിടെ ആയിരിക്കും നിങ്ങൾ ആക്ഷൻ കൊണ്ടുവരുന്നത്. അവിടെ നിങ്ങൾ ചെയ്യുന്നത്? ഇപ്പം നിങ്ങൾ ഓവർ ടൈമായിട്ട് വർക്ക് ചെയ്യുകയാണ്, നിങ്ങളുടെ വർക്ക് ഓവർ ടൈം ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നെക്സ്റ്റ് നിങ്ങൾ ഗോളിലോട്ട് വരികയാണ്. അങ്ങനെ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്തു. ആ ഗോൾ ഇപ്പം നിങ്ങൾ ബോണസ് നിങ്ങൾ ഓവർ ടൈമും കാര്യങ്ങളും നിങ്ങൾ നല്ലോണം വർക്ക് ചെയ്യുന്നു, നല്ലോണം പെർഫോം ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബോണസ് കിട്ടുകയാണെന്ന് വിചാരിക്കുക. ദാറ്റ് വാസ് അതായിരുന്നു നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത്. സോ നിങ്ങൾ സാറ്റിസ്ഫൈ ആവുന്നു, നിങ്ങൾ സാറ്റിസ്ഫൈ ആകുന്നു. പിന്നെയും നിങ്ങളുടെ വേറൊരു നീഡ് നിങ്ങൾക്ക് പിന്നെയും അറൈസ് ചെയ്യുന്നു. നിങ്ങൾ അതിന് പിന്നെയും നിങ്ങളുടെ ഈ സെയിം സൈക്കിള് അവിടെ തുടർച്ചയായിട്ട് തുടരുകയാണ്. ദാറ്റ് ഇസ് വാട്ട് ഈ മോട്ടിവേഷൻ സൈക്കിളിൻ്റെ മീനിങ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. പിന്നെ നമ്മൾ എന്തിലോട്ടാണ് പോകുന്നത്? ടൈപ്സ് ഓഫ് മോട്ടിവേഷനിൽ എന്തൊക്കെയാണ് നമുക്ക് വരുന്നത്? ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ഉണ്ടല്ലേ. ഫിനാൻഷ്യൽ മോട്ടിവേഷനിൽ എന്തൊക്കെയാണ് നമുക്ക്? ഒന്നെന്ന് പറയുന്നത് അവർ ഏതൊക്കെ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മോട്ടിവേഷൻ പറയാണ്. അതെന്ന് പറയുന്ന എംപ്ലോയീസ് മണി വെച്ചിട്ടായിരിക്കും മോട്ടിവേറ്റ് ആവുന്നത്. ചിലപ്പോൾ സാലറി, ബോണസ്, ഇൻസെൻറ്റീവ്സ്, കമ്മീഷൻ, ഇതൊക്കെ ആയിരിക്കും അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ചിലത് ഫിനാൻഷ്യൽ മോട്ടിവേഷൻ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് മണി ആയിരിക്കും. പിന്നെ രണ്ടാമത് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻസ്. ഇതെന്ന് പറയുന്നത്
എംപ്ലോയീസ് ആർ മോട്ടിവേറ്റഡ് വിത്ത് മണി വെച്ചിട്ടല്ല ഇവർ മോട്ടിവേറ്റ് ആവുന്നത്. അവർക്ക് അപ്രീസിയേഷൻസും അവർക്കൊരു എന്താണ് റെക്കഗ്നിഷൻ, അവർക്ക് പുതിയ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുമ്പോൾ അവർ എന്താണ് അവർ കുറച്ച് ഹാപ്പി ആവും അല്ലേ, അതൊരു മോട്ടിവേറ്റഡ് ആവും. പിന്നെ അവാർഡ്സ്, പ്രൈസ് ചെയ്യുക അവരെ, ഇതൊക്കെ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷനിൽ വരുന്നതാണ്. ഓക്കെ, അവർക്ക് റെക്കഗ്നിഷൻ കൊടുക്കുന്നതൊക്കെ ഇതൊക്കെ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷനിൽ വരുന്നതാണ്. പോസിറ്റീവ് മോട്ടിവേഷൻസ് എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് റിവാർഡ്സും അപ്രീസിയേഷനൊക്കെ കൊടുത്ത് അതൊക്കെ എന്താണ്, ഇതും സെയിം ലൈക്ക് എന്താണ് ഇപ്പം നമ്മുടെ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ അല്ലേ, അപ്രീസിയേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് എന്താണ് ഈ പറയുന്ന നമ്മുടെ ബോണസും അല്ലെ, ഇത് രണ്ടും വരും. ബോണസ്, പ്രൊമോഷൻ, അപ്രീസിയേഷൻ, സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങൾ കൊടുത്ത് പോസിറ്റീവ് മോട്ടിവേഷൻ, അതൊക്കെ പോസിറ്റീവ് മോട്ടിവേഷൻ. നെഗറ്റീവ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് ആർ മോട്ടിവേറ്റഡ് ടു അവോയ്ഡ് പണിഷ്മെൻറ്റ്. അവർ ഈ പറയുന്ന പണിഷ്മെൻറ്റ് ഇപ്പം നമ്മൾ പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ ഇത് ടാർഗറ്റ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പണിഷ്മെൻറ്റ് കിട്ടും, പെനാൽറ്റി അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്താണ് ആ പണിഷ്മെൻറ്റും ഒരു ക്രിറ്റിസിസം ഫേസ് ചെയ്യേണ്ടി വരും. ഇതിനെയൊക്കെ പേടിച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് നെഗറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഇൻട്രിൻസിക് മോട്ടിവേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഒരു നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ടൈപ്പ് ഓഫ് മോട്ടിവേഷനാണ് അല്ലേ. നിങ്ങൾക്ക് ചിലപ്പം നിങ്ങളുടെ വർക്ക് നിങ്ങൾ ലവ് ചെയ്യുന്നു, അതൊക്കെ നിങ്ങളുടെ ഇൻസൈഡ് മോട്ടിവേഷനാണ്. നിങ്ങളുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഇതൊക്കെയാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ അച്ചീവ്മെൻറ്റ്, ഇത് നിങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന നിങ്ങളുടെ ഒരു ഫീലിങ്സാണ്. അതൊക്കെയാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എക്സ്ട്രീൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഇൻട്രിൻസിക് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഓരോ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ. പിന്നെ എക്സ്ട്രിൻസിക് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അത് ഈ സാലറിയും പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷനാണ് എക്സ്ട്രിൻസിക് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ഇതാണ് മോട്ടിവേഷൻ്റെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ എന്താണ് മാസ്ലോസിൻ്റെ നീഡ് ഹൈറാർക്കി തിയറി പോവുകയാണ്. ഓക്കെ, നീഡ് ഹൈറാർക്കി തിയറി ആരുടെയാണ്? മാസ്ലോയുടെയാണ്. ഓക്കെ, മാസ്ലോ 5 ടൈപ്സ് ഓഫ് നീഡ്സ് ആണ് പറഞ്ഞത്. ഓക്കെ, പീപ്പിൾ ഫസ്റ്റ് ആദ്യം എന്താണ് അവരുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സിനായിരിക്കും എന്താണ് മോസ്റ്റ്ലി സാറ്റിസ്ഫൈ ആകുന്നത് അല്ലേ. അതിന് ശേഷിയായിരിക്കും അവർ മുകളിൽ പല നമ്മുടെ ഹയർ നീഡ്സിലോട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത്. ആണോ? അതെ. ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഓക്കെ, ലൈക്ക് നമുക്ക് എന്താണ് ലൈക്ക് എന്താണ് നിങ്ങളൊരു ലാഡർ ക്ലൈംബ് ചെയ്യുന്ന പോലെ. ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കലും മുകളിലോട്ട് ലോവസ്റ്റ് സ്റ്റെപ്സ് ചവിട്ടാതെ താഴെയുള്ള സ്റ്റെപ്സ് ചവിട്ടാതെ നിങ്ങൾക്ക് ഒരിക്കലും എന്താണ് അപ്പർ പൊസിഷനിലോട്ട് എത്താൻ പറ്റില്ല അല്ലേ, ടോപ്പിലോട്ട് എത്താൻ പറ്റില്ല. ദാറ്റ് ഈസ് വൺ. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ബേസിക് നീഡ് എന്താണ്? 5 ലെവൽസ് ഓഫ് നീഡ്സ് ഉണ്ട്. ആദ്യത്തെ നമ്മുടെ ബേസിക് നീഡ് എന്താണ്? ഫിസിയോളജിക്കൽ നീഡാണ് അല്ലേ. അതാണ് മോസ്റ്റ് ബേസിക് എന്ന് പറയുന്നത്. എന്താണ് ഫിസിയോളജിക്കൽ നീഡ്? അതെന്ന് പറയുന്നത് നമ്മുടെ ബേസിക് നീഡ്സ് ആണ്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള സർവൈവലിന് വേണ്ടിയിട്ടുള്ള നീഡ്സാണ് ഫിസിയോളജിക്കൽ നീഡ്സ്. അതിൽ വരുന്നതാണ് ഈ പറയുന്ന ഫുഡ്, വാട്ടർ, എയർ, നിങ്ങളുടെ ക്ലോത്ത്സ്, ഷെൽട്ടറും കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന ബേസിക് നീഡ്സിൽ വരുന്നത്, ഫിസിയോളജിക്കൽ നീഡ്സിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സർവൈവൽ നീഡ്സ് അല്ലേ. സർവൈവൽ നീഡ്സിൽ വരുമ്പോൾ എന്താണ് അവിടെ വരുന്നത്? നിങ്ങളവിടെ സേഫായിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന സേഫാണ് നീഡാണ് ആ സംഭവം എന്ന് പറയുന്നത്. അതിൽ നിങ്ങളുടെ ജോബ് റിലേറ്റഡ്, നിങ്ങളുടെ വർക്ക് സ്പേസ് റിലേറ്റഡ് ആവും. നിങ്ങളുടെ ജോബ് സെക്യൂരിറ്റി, സേഫായിട്ട് വർക്ക് പ്ലേസ്, മെഡിക്കൽ ഇൻഷുറൻസ്, സ്റ്റേബിൾ ഇൻകം, ഇത് ഇതൊക്കെ വർക്ക് പ്ലേസ് ആയിട്ട് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം അല്ലേ. ഇതൊക്കെ എന്താണ്? സേഫ്റ്റി നീഡ്സ്, നിങ്ങൾക്ക് സേഫ്റ്റി വരുന്ന നീഡ്സ് പ്ലേസ് ആണ് അല്ലേ. വിച്ച് ഈസ് എന്താണ് പീപ്പിൾസ് വോൺസ് എന്താണ് സേഫ്റ്റി നീഡ്സിൽ എന്താണ് അവർക്കൊരു സെക്യൂരിറ്റി വേണം. ദാറ്റ് ഈസ് വാട്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ നീഡ്സ് അല്ലേ. സോഷ്യൽ നീഡ്സിൽ എന്താണ് അവർ ലവ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്, അതൊക്കെ എന്താണ് അവർ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് നീഡാണ് സോഷ്യൽ നീഡ്സ് എന്ന് പറയുന്നത്. അവരെന്ന് പറയുന്നത് അവർ അക്സെപ്റ്റഡ് ആണ് എന്നുള്ളൊരു ഫീലിംഗ് അവർ കൊണ്ടുവരിക അല്ലേ. അതാണ് ഈ പറയുന്ന സോഷ്യൽ നീഡ്സ് എന്ന് പറയുന്നത്. ലവ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് റിലേറ്റഡ് ആണ്. അതിന് എക്സാമ്പിൾ നമുക്ക് ഫ്രണ്ട്സ്, ഫാമിലി, ഗുഡ് റിലേഷൻഷിപ്സ് അല്ലേ, ടീം വർക്കും കാര്യങ്ങളൊക്കെ എന്താണ് സോഷ്യൽ നീഡ്സിൽ നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എസ്റ്റീം നീഡ്സ്. ഓക്കെ, എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത് എന്താണ്? എസ്റ്റീം നീഡ്സിൽ അവർക്ക് റെസ്പെക്റ്റും റെക്കഗ്നീഷനും കാര്യങ്ങളൊക്കെ വേണമെന്ന് ചിന്തിക്കുന്ന സ്റ്റേജാണ് എസ്റ്റീം നീഡ്സ് അല്ലേ. അതിൽ വരുന്നതെന്ന് പറയുന്നത് പ്രൊമോഷൻസ്, അവാർഡ് കൊടുക്കുന്നത്, ഇതൊക്കെ എന്താണ്? എസ്റ്റീം നീഡ്സ് ആണ്. അപ്രീസിയേഷൻ, റെസ്പെക്റ്റ്, റെക്കഗ്നിഷൻ, ഇതൊക്കെയാണ് എസ്റ്റീം നീഡ്സിൽ വരുന്നത്. ഓക്കെ, നോട്ട് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത്
സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് അല്ലേ, ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് വേർഷനിലോട്ട് വരുന്നത്. എവിടെയാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് അല്ലേ. യു ആർ ബിക്കമിങ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ് ഹിയർ. നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ ആയിരിക്കും നിങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനായിട്ട്. അങ്ങനെ ചിന്തിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ പുതിയ സ്കിൽസ് പഠിക്കുന്നതാണെങ്കിലും, യു ആർ ബിക്കമിങ് എ ഗ്രേറ്റ് ലീഡർ, നിങ്ങളൊരു ഗ്രേറ്റ് ലീഡർ ആവുന്നതും, നിങ്ങളൊരു പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത് കാര്യങ്ങൾ, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിൽ വരുന്നത്. ഓക്കെ, പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് എന്താണ് ഫിസിയോളജിക്കൽ നീഡ്സ് ഒക്കെ വരുന്നത് നിങ്ങളുടെ ബേസിക് നീഡ്സ് ആണ് അല്ലേ. അതെന്ന് പറയുന്നത് നിങ്ങൾ പെട്ടെന്ന് ഓർത്ത് വയ്ക്കുന്നത് എങ്ങനെ? സർവൈവൽ എന്ന് ഓർത്ത് വയ്ക്കുക. സേഫ്റ്റി നീഡ്സ് എന്ന് പറയുന്നത് എന്താണ്? സെക്യൂരിറ്റി ആണ് അല്ലേ. സേഫ്റ്റി നീഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സെക്യൂരിറ്റിയാണ്. അതങ്ങനെ ഓർത്ത് വയ്ക്കുക. പിന്നെ സോഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്രണ്ട്ഷിപ്പാണ്. ലവ്, ഫ്രണ്ട്ഷിപ്പ്, ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്റ്റേജാണ്. അതങ്ങനെ ഓർത്ത് വയ്ക്കുക. പിന്നെ എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ റെസ്പെക്റ്റ്, റെക്കഗ്നിഷൻസ് കാര്യങ്ങളൊക്കെ എന്താണ് ആഗ്രഹിക്കുന്ന സ്റ്റേജാണ് എന്തെന്ന് പറയുന്നത് എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് അല്ലേ. ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ഹയസ്റ്റ് വേർഷനിലോട്ട് എത്തുന്നത്, നിങ്ങളുടെ ബെസ്റ്റ് വേർഷനിലോട്ട് എത്തുന്നത്. യു അച്ചീവിങ് സംതിങ് അല്ലേ. ഇവിടെയാണ് നിങ്ങൾ ബെസ്റ്റ് വേർഷനിലോട്ട് എത്തുന്നത്, നിങ്ങളുടെ ഗ്രോത്ത് സ്റ്റേജ് ആണത്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ എന്താണ് ജസ്റ്റ് ഒന്ന് വായിച്ചു വയ്ക്കുക. ഓക്കെ, വായിക്കുക. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് MC ഗ്രെഗേഴ്സിൻ്റെ തിയറി എക്സ് ആൻഡ് വൈ തിയറിയാണ്. ഓക്കെ, നമ്മൾ എക്സ് ആൻഡ് വൈ തിയറി ഇതിലെന്താണ് നമ്മുടെ ഹ്യൂമൻ നേച്ചർ അല്ലേ, എന്താണ് ഹ്യൂമൻ നേച്ചറിനെ കുറിച്ചാണ് നമ്മളവിടെ വർക്ക് പ്ലേസിൽ ഗ്രെഗർ ഇതിവിടെ പറയുന്നതെന്ന് പറയുന്ന മാനേജേഴ്സ് എംപ്ലോയീസിനെ 2 ഡിഫറെൻറ്റ് വേസിലാണ് അവർ തിങ്ക് ചെയ്യുന്നത്. ആ 2 വേസാണ് ഇവിടെ പറയുന്നത്. മാനേജേഴ്സ് അവരുടെ എംപ്ലോയീസിനെ 2 രീതിയിലാണ് തിങ്ക് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ആ 2 വേസാണ് തിയറി എക്സ് ആൻഡ് തിയറി വൈയിലൂടെ നമ്മളിവിടെ പറയാൻ വന്നു. ഈ തിയറി എക്സിൽ എന്ന് പറയുമ്പോൾ എംപ്ലോയീസ് അവരുടെ വർക്കിനെ അവിടെ ഇഷ്ടപ്പെടാത്തൊരു ടൈപ്പാണ്. ഓക്കെ, എംപ്ലോയീസ് അവരുടെ വർക്ക് ഇതിൽ ഇഷ്ടപ്പെടുന്നില്ല, നെഗറ്റീവ് എന്ന് ചിന്തിക്കുക. അത് തിയറി എക്സും. പോസിറ്റീവ്, അവരവരുടെ വർക്കിനെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് തിയറി വൈയിലോട്ട് വരുമ്പം. ഓക്കെ, ഇത് ആദ്യം മനസ്സിൽ വയ്ക്കുക. ഇഷ്ടപ്പെടാത്തത് എക്സ്, ഇഷ്ടപ്പെടുന്നത് തിയറി വൈ. ഓക്കെ, depending on what a manager believes, they will manage employees differently അല്ലേ. ഓക്കെ, ഫൈൻ. തിയറി എക്സ് എന്ന് പറയുന്നത് എന്താണ് ട്രഡീഷണൽ ആണ്. തിയറി വൈ എന്ന് പറയുന്നത് എന്താണ് മോഡേൺ ആണ്. ഫോർ എക്സാമ്പിൾ തിയറി എക്സിൽ ആദ്യം തന്നെ പറയുകയാണ് എംപ്ലോയീസിന് അവർക്ക് എന്താണ് അവരുടെ വർക്കൊന്നും ഇഷ്ടപ്പെടാത്തൊരു ടൈപ്പാണ്. അവർക്ക് അവരുടെ വർക്കൊന്നും അത്ര ഇഷ്ടപ്പെടുന്നത്, ദേ ഡോണ്ട് ലൈക്ക് വർക്ക്, അവർക്ക് വർക്ക് ചെയ്യാനേ ഇഷ്ടമല്ലാത്ത ടൈപ്പാണ്. സോ മാനേജേഴ്സ് എന്താണ് അങ്ങനെ ഒരു സ്റ്റേജിൽ എന്താണ് മാനേജേഴ്സ് എന്താണ് അവരെ കൺട്രോൾ ചെയ്യണം അല്ലേ, അവരെ ഗൈഡ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം, സൂപ്പർവൈസ് ചെയ്യാനൊക്കെ വേണം അല്ലേ. ഇതാണ് ഈ സ്റ്റേജാണ് തിയറി എക്സ് എന്ന് പറയുന്നത്. തിയറി വൈയിലോട്ട് പോവുകയാണെങ്കിൽ അല്ലേ എംപ്ലോയീസ് വോണ്ട് വർക്ക് അൺലെസ്, ഇവിടെ തിയറി വൈയിലോട്ട് പോവുകയാണെങ്കിൽ എന്താണ് അവർക്ക് അങ്ങനെ ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും വേണ്ട, അവരായിട്ട് തന്നെ ചെയ്തോളും. അവർക്ക് ആരുടെയും ഗൈഡൻസോ കാര്യങ്ങളൊന്നും വേണ്ട, അവരവരുടെ വർക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ആൾക്കാരാണ് തിയറി വൈയിൽ വരുന്നത്. ഓക്കെ, ഈ പറയുന്ന തിയറി എക്സിൽ നമ്മൾ എംപ്ലോയീസോ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ അവരെ ഫോഴ്സ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് അല്ലേ. അവരെന്ന് പറയുന്നത് എംപ്ലോയീസ് ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് അവർക്കൊരു പ്രഷർ നമ്മൾ കൊടുക്കണം, അതാണ് ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ. അവരെ ഫോഴ്സ് ചെയ്ത് അവരെ കൺട്രോൾ ചെയ്ത് അവർക്ക് ഡയറക്റ്റ് ചെയ്യാൻ അവർക്കൊരു പ്രഷർ കൊടുത്താൽ മാത്രമേ ഈ പറയുന്ന ഇവർ വർക്ക് ചെയ്യത്തുള്ളൂ. അതാണ് തിയറി എക്സിൽ. തിയറി വൈയിൽ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവർ സെൽഫ് മോട്ടിവേറ്റാണ്, സെൽഫ് ഡയറക്റ്റാണ്, സ്വയമേ ചെയ്തോളൂ, സ്വയമേ മോട്ടിവേറ്റ് ആവുന്ന, സ്വയമേ ഡയറക്റ്റ് ചെയ്യാനൊക്കെ കഴിവുള്ള ആൾക്കാരാണ്. സോ അവരെ സ്വന്തമായിട്ട് ചെയ്തോളൂ. പിന്നെ എന്താണ് റെസ്പോൺസിബിലിറ്റി അല്ലേ. ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താ, എംപ്ലോയീസിന് എങ്ങനെ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊന്നും ലൈക്ക് അവരത് ആഗ്രഹിക്കുന്നുമില്ല, അവർക്കത് ഇഷ്ടമല്ല. ഇതെന്തെന്ന് പറയുന്നത് ഇതിലെല്ലാ കാര്യങ്ങളും എന്താണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ആരാണ്, നമ്മുടെ എന്താണ് ഈ പറയുന്ന സൂപ്പർവൈസർ ആണെങ്കിൽ മാനേജർ ആണെങ്കിൽ അവരെ ഡയറക്റ്റ് ചെയ്യാനും കാര്യങ്ങളും അത് പറഞ്ഞു കൊടുക്കുന്ന പോലെ അവർ ചെയ്തോളും.
അല്ലാതെ അവർക്ക് പുതിയ റെസ്പോൺസിബിലിറ്റീസൊക്കെ ഇതൊന്നും ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല, ആഗ്രഹിക്കുന്നുമില്ല. നമ്മുടെ തിയറി വൈയിലോട്ട് വരുമ്പം ഇവരെന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും അവർക്ക് കൊടുക്കുമ്പോൾ അവരെന്താണ് അവർക്കത് ഇഷ്ടമുള്ള കാര്യങ്ങളുമാണ്, എന്താണ് അവരത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. സോ ദേ ലൈക്ക് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റീസ്. ഇനി ഓക്കെ, അതാണ് തിയറി വൈയിൽ. ക്രിയേറ്റിവിറ്റി എന്താണ്, അവർക്ക് കുറച്ച് ക്രിയേറ്റീവ്, പക്ഷേ എംപ്ലോയീസ് റെസിസ്റ്റിങ്, അവർ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷേ എന്താണ് അവർ ഈ പുതിയ ചേഞ്ചസിലോടൊന്നും എന്താണ് താല്പര്യപ്പെടുന്ന ആളല്ല. എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ പുതിയ പുതിയ കാര്യങ്ങൾക്ക് പുതിയ ചേഞ്ചസ് കൊണ്ടുവന്നിട്ട് അത് അഡാപ്റ്റ് ചെയ്യാൻ അങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരല്ല. പക്ഷെ മറ്റു ആൾക്കാരാണെങ്കിൽ എന്താണ് അവർ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളും എല്ലാം എന്താണ് അത് അക്കോർഡിംഗ് ടു ചേഞ്ചസും കാര്യങ്ങളും അഡാപ്റ്റ് ചെയ്ത് നല്ല ക്രിയേറ്റിവിറ്റിയും ഇതൊക്കെ ഉള്ള ആൾക്കാരാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഐഡിയാസ് ഉണ്ടോ അതും ഷെയർ ചെയ്ത് നമ്മൾ പോകുന്നതാണ് ഈ പറയുന്നത് നമ്മുടെ തിയറി വൈയിൽ പറയുന്നത് അല്ലേ. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ആണ് അല്ലേ. നമ്മുടെ ടോപ്പ് അതോറിറ്റീസ് ആയിരിക്കും ഡിസിഷൻ എടുക്കുന്നത്. ഡിസിഷൻസ് വെച്ചിട്ടായിരിക്കും ഇവർ വർക്ക് ചെയ്യുന്നത്. ഇവരെ ഗൈഡ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, മോട്ടിവേറ്റിംഗ് കാര്യങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നതാണ് തിയറി എക്സിൽ. ഡീസെൻട്രലൈസ്ഡ് ആണ് അല്ലേ. തിയറി വൈയിൽ ഡീസെൻട്രലൈസ്ഡ് ആണ്. എംപ്ലോയീസും ഡിസിഷൻ മേക്കിങ്ങിലും കാര്യങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും നമ്മൾ അല്ലേ. അവർക്ക് നമ്മൾ അതോറിറ്റി റെസ്പോൺസിബിലിറ്റീസൊക്കെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും. അവരെയും എല്ലാം ഡിസിഷൻ മേക്കിങ്ങിലും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ഇൻവോൾവ് ചെയ്യിപ്പിക്കും. ദാറ്റ് ഈസ് വാട്ട് എന്താണ് ഡിസിഷൻ മേക്കിങ്ങിൽ. ഇനിയിപ്പോൾ കൺട്രോളിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ നമ്മുടെ തിയറി എക്സിൽ എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് കൺട്രോൾ അല്ലേ. റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആണ്. മാനേജേഴ്സ് എന്താണ് നമ്മുടെ എംപ്ലോയീസിനെ ക്ലോസ്ലി വാച്ച് ചെയ്യും, അവരുടെ ഓരോ കാര്യങ്ങളും വാച്ച് ചെയ്യും. ഇനി തിയറി വൈൽ എന്ന് പറയുമ്പം അവർ നല്ല കമ്മിറ്റ്മെൻറ്റ് ഉള്ള ആൾക്കാരാണ്. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഫോക്കസ് ചെയ്ത് പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ്. സെൽഫ് ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ ഉള്ള സെൽഫാണല്ല. ഓക്കെ, പിന്നെ എന്താണ് നമ്മുടെ ഓർഗനൈസേഷണൽ ഫോക്കസ്. ഇത് മെയിൻലി ഷോർട്ട് ടേം, തിയറി എക്സൊക്കെ ഷോർട്ട് ടേം റിസൾട്ട്സ് ആണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലേ. ലോങ് ടേം തിയറി വൈസൊക്കെ എന്താണ് ലോങ് ടേം ആണ്, ഡെവലപ്മെൻറ്റ് ആൻഡ് അച്ചീവ്മെൻ്റ് ആണ്. ഓക്കെ, ഇനി എന്താണ് മാനേജറിയൽ സ്റ്റൈൽ എന്താണ് ഓട്ടോക്രാറ്റിക് ആണ്. ഓട്ടോക്രാറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ് ടോപ്പ് മാനേജേഴ്സ് ആണ്. അവർ മാത്രം മാനേജേഴ്സ് ഹൈ ലെവലിൽ അവർ മാത്രമേ ഡെസിഷൻസ് കാര്യങ്ങളും എടുക്കത്തുള്ളൂ. അതാണ് ഓട്ടോക്രാറ്റിക് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. ഓക്കെ, ഇനി തിയറി വൈയിൽ എന്താണ് അവരും എന്താണ് ഇവിടെ അതോറിറ്റിയും കാര്യങ്ങളും എന്താണ് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റഡ് ആണെന്നല്ലേ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരെല്ലാവരും കൂടി ഇരുന്നാണ് ദേ വിൽ ഡെലിഗേറ്റ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്തിട്ട് പെർഫോം ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇത് നിങ്ങൾ മെയിൻലി നോട്ട് ചെയ്യുന്നത് എന്താണ് തിയറി എക്സ് എന്ന് പറയുന്നത് എന്താണ് എംപ്ലോയീസിന് വർക്കും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്. മറ്റൊന്ന് പറയുന്നത് എന്താ അവർ വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവർ സെൽഫ് ഡിസിപ്ലിൻ ഉള്ള ആൾക്കാരാണ്. സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. അവർ വർക്ക് ചെയ്തോളും, അവർക്ക് ആരുടെയും സഹായം കാര്യങ്ങളൊന്നും വേണ്ട. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് MC ക്ലെലാൻസിൻ്റെ നീഡ് തിയറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, MC ക്ലെലാൻസിൻ്റെ എന്താണ് 3 നീഡ് തിയറി ഉണ്ട് അല്ലേ. പുള്ളിയുടെ 3 നീഡ്സ് ഓഫ് നീഡ് തിയറി ഉണ്ട്. പുള്ളി പറയുന്നത് എന്താണ് അവർ മോട്ടിവേറ്റ് ആവുന്നത് ഈ 3 നീഡ്സ് വെച്ചിട്ടാണ് മോട്ടിവേറ്റ് ആവുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തൊക്കെയാണ്? ആദ്യത്തെ ഇതെന്താണ് നമ്മളെ നീഡ് ഫോർ അച്ചീവ്മെൻ്റ് ആണ് അല്ലേ. നീഡ് ഫോർ അച്ചീവ്മെൻറ്റിൽ എന്താണ് പറയുന്നത്? നീഡ് ഫോർ അച്ചീവ്മെൻറ്റിൽ ഇതിലെന്ന് പറയുന്നത് എ പേഴ്സൺ വോണ്ട്സ് ടു അച്ചീവ് സക്സസ് ആൻഡ് ഡു. ഈ ഭാഗത്തെന്ന് പറയുന്നത് ആ വ്യക്തിക്ക് എന്താണ് സക്സസ് ആവണം എന്നുള്ള അല്ലെങ്കിൽ സക്സസ് ആവണം എന്നുള്ള അതിയായ ആഗ്രഹമുള്ള ആളാണ്. അയാൾ എന്താണ് ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്കൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളും ഇഷ്ടപ്പെടുന്ന ആളുമാണ്. അയാൾക്ക് അതൊക്കെ എന്താണ് സിമ്പിൾ, അയാൾ ഓക്കെയാണ് അതിലൊക്കെ അല്ലേ. ചില ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള ആളാണ്, അയാൾ ഓക്കെ ആയിട്ടുള്ള ആളാണ് അല്ലേ. മോഡറേറ്റ് റിസ്ക്കും കാര്യങ്ങളൊക്കെ എടുക്കും. എന്താണ് ഫീഡ്ബാക്ക് കാര്യങ്ങളല്ലേ. ഇപ്പം നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഫീഡ്ബാക്ക് എന്താണ് ചിലവരെന്താണ് ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ എന്താണ് അവർ മോട്ടിവേറ്റ് ആവുകയും എന്താണ് അവർക്കതൊരു എന്താണ് പുതിയ ഇനി മുന്നോട്ട് എന്താണ് മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു ഫീഡ്ബാക്കിലൂടെ എന്താണ് അവർക്ക് മോട്ടിവേറ്റ് ആവുന്ന കാര്യങ്ങൾ കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രോഗ്രസ് എന്തെങ്കിലും ചെയ്യണമെന്ന്
നമുക്ക് അറിയണമെങ്കിൽ എന്താണ് ഒരു പ്രോപ്പർ ഫീഡ്ബാക്കാണ്. സോ അതൊക്കെ സീക്ക് ചെയ്യുന്ന സോ ദേ സീക്സ് ഫീഡ്ബാക്ക് ഫോർ ദാറ്റ് അല്ലേ. പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഇവർക്ക് എന്താണ് ഹൈ ആണ്. ഓക്കെ, പ്രിഫർ ടാസ്ക് വിത്ത് ക്ലിയർ ഗോൾസ്. ഓക്കെ എന്ന് പറയുമ്പോൾ ഇവർ